നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം സ്വർഗീയ പിതാവ് നിങ്ങൾക്കൊരുക്കി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കാം നിങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും സ്വർഗീയ പിതാവിനോടൊപ്പം വസിക്കുക എന്നതുമാണല്ലോ. എന്നാൽ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവരാജ്യത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആദ്യം എൻ്റെ മുൻപിലാണ് വെളിപ്പെടേണ്ടത് എന്നറിയുന്നുവോ? ഇതൊരു വലിയ അറിവാണ്. കാരണം നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടതോ സ്നാനപ്പെട്ടതോ കൊണ്ട് മാത്രം കാര്യമില്ല. വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവ ഇഷ്ടം ചെയ്ത് തികച്ച പ്രവേശന പാസ് ആവശ്യം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നത്തെ സന്ദേശം വളരെ പ്രാധാന്യമേറിയതാണ്. കാരണം നാം എല്ലാം ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ. എന്നാൽ ചോദിക്കട്ടെ, നമ്മുടെ കയ്യിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനുള്ള ദൈവ ഇഷ്ടം ചെയ്ത് തികച്ച ദൈവരാജ്യ പാസ് ഉണ്ടോ സഹോദരങ്ങളെ? ഇന്ന്, ഈ ദിവസം, ഈ നിമിഷം നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാം. ഞാൻ ദൈവ ഇഷ്ടം ചെയ്യുന്നുവോ? രക്ഷിക്കപ്പെട്ടു, ഞാൻ സ്നാനപ്പെട്ടു, സ്വർഗത്തിൽ പോകാൻ ഇത് മതിയെന്ന് എൻ്റെ പാസ്റ്റർ എന്നെ പഠിപ്പിച്ചു. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ, എന്നെ വിട്ടുപോകുവിൻ, എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തു പറയും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ എവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് തള്ളിക്കളയുന്ന കൂട്ടത്തിൽ നാമും ഉൾപ്പെടാതിരിപ്പൻ നമുക്ക് ഉത്സാഹിച്ചു ദൈവ ഇഷ്ടം ചെയ്യാം. ഈ സമയം അധികമില്ല. ഈ യുഗത്തിലെ നാളെ എന്നൊരു ദിവസം ഇല്ലാതെയാകുവാൻ പോകുന്നു. ആർക്ക് പ്രവർത്തിപ്പാൻ കഴിയും?